think I want you more than want. I know I need you more than need. I wanna hold you more than hold. When you stood in front of me, I think you know me more than know. And you see me more than see. I could die now more than die. Every time you look at me. Well, I've seen you in jeans with no makeup on, and I've stood there and all is your date for the prom. I'm blessed as a man to have seen you in white, but I've never seen anything quite like you tonight. No, I've never seen anything quite like you. When it's right, it's more than right, 'cause you feel it more than feel. ആത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൽ മോഹം വിട്ടോടിടുവാൻ, ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നല്ല ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി അവയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ടിൻചുവിനെയും ക്രിസ്റ്റീനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും ഞങ്ങൾ പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാ. ഗുരുവിൻ സ്നേഹമോടി
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ, പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതികൾ നിസ്തുലമഹിമാവാം. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ, പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സുഖത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. നിങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്ന് ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും
അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. ജനത്തെ പിതൃഗ്രഹത്തെ നീ മറന്നു കളയുക. നിങ്ങൾ ക്ഷണമണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹമൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രരെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നുപതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിൽ സന്ദർശിക്കും. തോഴികളായി കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മക്കൾ മേശിച്ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖ്യങ്ങളിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങൾ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സുഗന്ധ പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരമേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്നുകൂടെ നിങ്ങളാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥാ എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നാൽ വിളിച്ചു നിമിഷുക. നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവതത്വവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവവും ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും
ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും സ്ത്രീയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരി വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ വായന ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വം നിഷ്കളങ്കവുമായി പെരുമാറ്റം കാണുന്നത് മൂലമാണിത് സാധ്യമാവുക. ബാഹ്യമൊഴിയോ പിന്നിയമൊടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാനുസരക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥെന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണ്. ജീവിതമായ കൃപയ്ക്ക് തുല്യ അവകാശ നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിസുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസേയരുടെ അടുത്ത് ചെന്നവനെ പരീക്ഷയോട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ടിഞ്ചു ക്രിസ്റ്റീന, രണ്ടുപേരുടെയും മാതാപിതാക്കന്മാരെ ജോൺ ഷേർലി, ജോൺ ജാൻസി, ഈ ദേവാലയത്തിലായിരിക്കുന്ന മറ്റ് സഹോദരി സഹോദരന്മാരെ, ആൾക്കൂട്ടവും ആരവമൊന്നുമില്ലാത്ത ഒരു കല്യാണമാണ്. അല്ലായിരുന്നെങ്കിൽ ഈ പള്ളി നിറച്ച് ആളുകൾ ഉണ്ടാകേണ്ടതായിരുന്നു. ഏതായാലും അങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ നമുക്ക് സാധ്യമല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. എങ്കിലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് മക്കൾ ഒരു കൂതാശ സ്വീകരിച്ചുകൊണ്ട് ഒന്നായി തീരുകയാണ്. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച പോലെ ഹൃദയ ഐക്യത്തിൽ ജീവിക്കാൻ ഈ മക്കളെ സഹായിക്കണമേ എന്നാണ് ആദ്യത്തെ ശ്ലോസ ജില്ലയിൽ നമ്മൾ പ്രാർത്ഥിച്ചത്. രണ്ടുപേരും കൂടെ ഒരു മനസ്സോടുകൂടെ ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം, അതാണ് ഇവരെ സ്വപ്നം കാണുന്നതും അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നല്ലൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഒന്നാമതായിട്ട് വേണ്ടൊരു കാര്യമാണ് ലവ് ഈച്ച് അതർ എന്നാണ്. രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുക.
ഒന്നാമതായിട്ട് വേണ്ട ഒരു ഗുണമാണ് പരസ്പരം സ്നേഹിക്കുക, ലവ് ഈച്ച് അതർ. രണ്ടാമതാണ് ഷെയർ ഈച്ച് അതർ, ഉള്ളതെല്ലാം പങ്കുവയ്ക്കുക. അത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ പങ്കുവയ്ക്കുക. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, ആ ഒരു ഉറപ്പാണ് ക്രിസ്റ്റീനായ്ക്ക് ആനിക്കാട്ട് കരയിൽ നിന്ന് ഈ പെരേഴിക്ക് പോരാനായിട്ട് പ്രേരണയായത്. വാസ്തവത്തിൽ നമുക്കറിയാം, ഈ രണ്ട് കുടുംബങ്ങളും ഒരിടവപ്പെട്ടതായിരുന്നു. പിന്നീടാണ് പിരിഞ്ഞു പോയതും. എല്ലാവരും അങ്ങോട്ടും പരസ്പരം അറിയുന്നവരും കൂടെ പഠിച്ചവരൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളതെല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, സങ്കടകാലത്ത് മാത്രമല്ല സന്തോഷത്തിന് മാത്രമല്ല എല്ലായ്പ്പോഴും ഞാൻ ഉണ്ടാവും. ഇതാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയേണ്ട ഒരു കാര്യം. മൂന്നാമതായിട്ട് വേണ്ടതാണ് പ്രയർ ടുഗദർ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരു വീട്ടിൽ നിങ്ങൾ താമസമാക്കുമ്പോഴും രണ്ട് ജോലി സ്ഥലത്താണ് ഈ പോലും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടത്. ഈ ഇരിക്കുന്ന പ്രായം ചെയ്യുന്ന മാതാപിതാക്കന്മാരൊക്കെ നല്ല പ്രാർത്ഥന അരൂപിയിൽ വളർന്നു വന്നവരാണ്. ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടും കുടുംബത്തിലൊക്കെ നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് ഞാനൊക്കെ കണ്ടുപിടിച്ചത്. ഞങ്ങളുടെ അപ്പനും അമ്മയൊക്കെ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, രാവിലെ പിറകാലം 5 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കൊന്തയിലെന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്റ്റൈലി ലേറ്റായിട്ട് ഉറങ്ങുക, ലേറ്റായിട്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എല്ലാ ടൈം ടേബിളും മാറിയിരിക്കുന്നു. ഏതായാലും 24 മണിക്കൂർ തമ്പുരാൻ തരുമ്പോൾ അതിൽ കുറേ നേരം തമ്പുരാൻ കൊടുത്തേ മതിയാവും. അങ്ങനെ തമ്പുരാൻ്റെ മുമ്പിൽ ഒരുമിച്ചിരിക്കുകയും പ്രാർത്ഥിക്കുകയും, ഒരുപക്ഷെ നമുക്ക് ആദ്യമൊന്നും ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ആദ്യം വലിയ പ്രാർത്ഥനയ്ക്ക് വലിയ അത്ര തീക്ഷ്ണത ഉണ്ടാകണമെന്നില്ല. പക്ഷേ മുമ്പോട്ട് പോകുമ്പോഴും നമുക്കറിയാം, ആദ്യമൊക്കെ കസേരയിരിക്കും, പിന്നെ മുട്ടുകുത്താൻ തുടങ്ങും, പിന്നെ കൈകൾ വിരിച്ചു പിടിക്കാൻ തുടങ്ങും, പിന്നെ ഉപസിക്കാൻ തുടങ്ങും. ഇതൊക്കെ അടുത്ത സ്റ്റെപ്പുകളാണ്. കാരണം നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ നിവേദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും പിന്നീട്. അപ്പോൾ കൊണ്ട് പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കുക. ദൈവമാണ് നിങ്ങൾ വിളിച്ചതിനോടൊന്ന് ഷെയർ ചെയ്യുക, സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞ പക്ഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒരു നേരം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നാലാമതായിട്ട് പ്രഥമമായ കടമയാണ് മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത്. മാതാപിതാക്കന്മാരുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്താൽ മാത്രം പോരാ, അവർ വളർത്തണം, പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം, വിശ്വാസകാര്യങ്ങളിൽ അവർ വളർത്തണം. ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റണമെങ്കിലും നമുക്ക് ദൈവസഹായം കൂടി. അപ്പോൾ ഇതെല്ലാം കൂടെ നടക്കണമെങ്കിലും ദൈവസഹായം കൂടിയേ മതിയാവും എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ വിളി സ്വീകരിച്ചെന്ന് തിരിച്ചറിയുക. ഒരായുസ്സുള്ളൂ, അതിൽ കുറേ വർഷം ജീവിച്ച് തീർത്തു, ഇനി ബാക്കിയുള്ളതുള്ളൂ. അതുകൊണ്ട് വഴക്കുണ്ടാക്കാനും അല്ലെങ്കിൽ മോഹം പുറത്തിരിക്കാനൊന്നും സമയമില്ല. അതുമാത്രമല്ല, പണ്ടൊക്കെ നമ്മൾ മനുഷ്യൻ്റെ ആയുസ് 80-90 പറയാറുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആയുസിൻ്റെയൊക്കെ ഹ്രസ്വത അല്ലെങ്കിൽ പുലിൻ്റെ ആയുസ്സുള്ളൂ എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ വളരെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കുക, ഉള്ളത് പരസ്പരം പങ്കുവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായിട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കൂട്ടുണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്നവർ ഇല്ലയെന്നല്ല, പേരൻസൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കൂട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ തന്ന കൂട്ടിനെ അങ്ങ് സ്നേഹിക്കുക. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എൻ്റെ കുറവാന്ന് കണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കുക, സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കേണ്ടതിനെയാണ് മരണം വരെ വിശ്വസ്തയോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പേരിൽ 2 പേർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷം ഭക്തിയോടും കൂടെ വിവാഹമെന്ന കുദാശ വഴി മന്ദിരാന്നിവർക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയ സഭയ്ക്ക് വേണ്ടി സജ്ജീവൻ അർപ്പിച്ച സഖ്യ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാവുന്ന ആത്മീയ വിരുദ്ധനായ സകലയെ ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭേദയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വാസവും ചാരിത്ര ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിന്റെ സാന്നിധ്യത്തിൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ച് ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാമരുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ
സന്തോഷത്തോടും പ്രതീക്ഷയും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവായവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവർ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരേ, വധുവരന്മാർ വിവാഹമെന്ന കുദാസ്യം എതിരാൻ പോകുന്നു. ഈ കുദാസ്യ യോഗ്യതയോടെ പരികർമ്മം ചെയ്ത പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കൂദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ചൊരിയണമേ. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്ന് വിളിക്കപ്പെടുന്ന ജോർജ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ക്രിസ്റ്റീന എന്ന് വിളിക്കപ്പെടുന്ന മേരിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. ക്രിസ്റ്റീന എന്ന് വിളിക്കപ്പെടുന്ന മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ടിഞ്ചു എന്ന് വിളിക്കപ്പെടുന്ന ജോർജിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഉടമ്പടിക്ക് സാക്ഷികളാണ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങൾ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവന്മാരെ ഒന്നിപ്പിക്കുന്ന താലേ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിൽ ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശുവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെ അടയാളമായവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങളിൽ നിന്ന് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിൻ്റെ അനുശ്രവസതാൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മന്ത്രകോടി എന്ന് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമെന്ന് നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേക
കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേക മണ്ണിന് വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക. പ്രതിജ്ഞ രണ്ടുപേരും കൂടെ ബൈബിളിൽ കൈവച്ച് വലതുകാരം വെച്ച് കെട്ടിയിടും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും വിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹാ എപ്പോഴും നിങ്ങൾ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവർ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടെ നിന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം, എനിക്കായി കരുതുന്ന സ്നേഹം, സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം, കരുതലാ എൻ്റെ അരികിലെത്തും ദിവ്യകാരുണ്യമാം ജീവമന്നാ. സ്നേഹം, സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം, നിത്യജീവൻ നൽകും പരമസ്നേഹകാരുണ്യമേ, എന്നുള്ളിൽ വാഴണമേ. നിത്യജീവൻ നൽകും പരമസ്നേഹകാരുണ്യമേ, എന്നുള്ളിൽ വാഴണമേ. നിൻ ജീവൻ പകരണമേ. സൗഖ്യദായക ജീവകാരുണ്യമേ, നിൻ മാംസരക്തം ഭോജ്യമായി നൽകി. പരിശുദ്ധാത്മാവിൻ്റെ കൃപാർദ്രസ്ത്രവും പരിശുദ്ധവും ജീവരഹസ്യങ്ങളെ സമീപിച്ച്
ഇവയിൽ പങ്കുകൾ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ ഞങ്ങളുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിൻ്റെ തിരുകുടുംബത്തിൻ്റെ നായകനായ യേശുവിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. ഇവരുടെ സർവശക്തിയുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ,
You light me up, you set the sun. You bring the crowd down to one. I dream of you in the morning until the day is done. And then again when evening comes. All my life I've waited for this moment now. In your eyes, finally I know I am found. So good to feel this way. Can't find the words to say, but I'll show you how. All my life I've waited for this moment now. You are the spring, you are the fall. My big debut, my curtain call. The world is covered in beauty, and through the cracks in the wall I see your light behind it all. All my life I've waited for this moment now. In your eyes, finally I know I am found. നമുക്ക് ടിൻജുവിൻ്റെയും ക്രിസ്റ്റീനയുടെയും മാതാപിതാക്കന്മാരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ജോണി പേരപ്പൻ, ഷേർലി ആൻറ്റി രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ്റ്റീനയുടെ മാതാപിതാക്കൾ ജോൺ അങ്കിൾ, ജാൻസി ആൻറ്റിയെയും സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ ജൂനിയർ രഞ്ജുവും സ്റ്റേജിലോട്ട് വരണം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കാം. There shall be showers of blessing. This is a promise of love. There shall be season refreshing. Sent from the saving above. Showers of blessing. Showers of blessing we need. Mercy drop round us are falling, but for the showers we plead. There shall be showers of blessing. This is a promise of love. There shall be seasons refreshing, sent from the saving above. Showers of refreshing, showers of blessings we need. Mercy drop round us are falling, but for the showers we plead. ടിൻജുവിനെയും ക്രിസ്റ്റീനെയും നമുക്ക് പരിചയപ്പെടാം. ടിൻജു ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറാണ്. ഹി ഈസ് വർക്കിംഗ് അറ്റ് ടെക് സിസ്റ്റംസ് ബാംഗ്ലൂർ. ടിൻജു ആസ് വി നോ ഇസ് എ സിമ്പിൾ, ലവിങ് ആൻഡ് ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഞങ്ങൾ സ്നേഹത്തോടെ ടിൻജുക്കുട്ടൻ എന്ന് വിളിക്കും. ടിൻജുവിൻ്റെ അപ്പ ജോൺ വാഴപ്ലാങ്കുടി കുടുംബാംഗവും അമ്മ ഷേർലി കൊച്ചി മണപ്പുറത്ത് കുടുംബാംഗവുമാണ്.
ഇന്ന് നമ്മളിവിടെ നമ്മളിവിടെ കൂടുതൽ മിസ് ചെയ്യുന്ന 2 പേരുണ്ട്. അത് നമ്മുടെ രഞ്ജുവും വർഷയുമാണ്. ടിഞ്ചുവിൻ്റെ വരവൊലി ബ്രദർ. രഞ്ജുവും വർഷയും കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. വി ഓൾ മിസ് യു രഞ്ജു ആൻഡ് വർഷ. രഞ്ജു ചേട്ടൻ വർഷയ്ക്ക് വരാൻ പറ്റാത്തതിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ ജോക്കുട്ടൻ ഇവിടെയുണ്ട്. അടുത്തതായി ക്രിസ്റ്റിനയെയും കുടുംബത്തെയും നമുക്ക് പരിചയപ്പെടാം. ക്രിസ്റ്റിന ഈസ് വർക്കിംഗ് ആസ് എ നഴ്സ് അറ്റ് കിങ് ഫഹദ് ഹോസ്പിറ്റൽ ഇൻ സൗദി അറേബ്യ. ക്രിസ്റ്റിന ആരോളിക്കൽ കുടുംബാംഗമാണ്. ക്രിസ്റ്റീനയുടെ പപ്പ ജോൺ, അമ്മ ജാൻസി മാളിയേക്കൽ കുടുംബാംഗമാണ്. ക്രിസ്റ്റീനയുടെ ബ്രദർ ക്രിസ്റ്റി ആൻഡ് വൈഫ് ആൽഫ വർക്കിംഗ് ഇൻ ദുബായ്. അവർക്കും ഈ കല്യാണത്തിൽ വരാൻ പറ്റിയില്ല. വി മിസ് യു ബോത്ത്. ഈ വധുവരന്മാരുടെ പ്രകാശപൂർണമായ ഒരു പുതിയ തുടക്കത്തിനായിട്ട് നമുക്ക് തിരി തെളിയിക്കാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിലെ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുകയും. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റ് വിളക്കുകൾ ഒരുങ്ങി നിന്നിരുന്നവർ അദ്ദേഹത്തോടൊപ്പം മാങ്ങന്റെ ആഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമ്മുടെ കർത്താവായ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ
ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹം എന്ന ഉദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് ഞങ്ങളെ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടെല്ലാം ഒന്നാണ് എന്ന അവബോധം ഞങ്ങൾ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരാനും ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അത് അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ട് കണ്ടാനന്ദിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്ഥലത്തിന് ഞങ്ങളെ നയിക്കുന്നു. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനൽപടി മേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി. ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ. തിരപാടും കടലാകും തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തോ മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപേളിയായി വളർന്നേതാ. മഴ പോലെ എന്നെ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ നില പോലെ കൊഞ്ചിയൊഴുകുന്നു കണ്ണിൽ കാണും നേരം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ. നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ. കണ്ണിൽ കാണും നേരം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ. നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ. അറിയാതെ കണ്ട കനവാണു നീ, പിരിയാത്തൊരെണ്ണാത്മസഖി നീ. അറിയാതെ കണ്ട കനവാണു നീ, പിരിയാത്തൊരെണ്ണാത്മസഖി നീ. നിറയാത്തൊരാശ തന്ന പ്രാണനായികേ. കണ്ണിൽ കാണും നേരം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ. നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ. ജീവനേ കനവേ കരളേ മേഘമേ നിനവേ കവിതേ. ഓർത്തു ഞാൻ അരികിൽ വരുന്നൊരാവുകൾ പൂവുപോൽ വിടരും മധുരം മിന്നലായി മനസ്സിൽ തുടിക്കും. വാനം പോൽ കാവലായി കൂടെ ഞാൻ നിന്നിടാം.
ചുണ്ടിൽ നെയ്യും നിറതാരമേ, നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ. അറിയാതെ കണ്ട കനവാണു നീ, പിരിയാത്തൊരെന്നാത്മസഖി നീ. അറിയാതെ കണ്ട കനവാണു നീ, പിരിയാത്തൊരെന്നാത്മസഖി നീ. നിറയാത്തൊരാശ തന്ന പ്രാണനായികേ. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറ